ഹലോ, അപ്പം ഞാൻ ഇന്നൊരു എഗ് റോസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. എഗ് റോസ്റ്റ് പല രീതിയിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഇത് എളുപ്പപ്പണി എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുത്തതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ മീഡിയം സൈസിൽ 2 സവാളയാണ് എടുത്തത്. അത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം, ബ്രൗണിഷ് ആകുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ ദോശക്കാണ് എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇവിടെ എഗ്ഗ് ബോയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അരിദോശേൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നമ്മുടെ തലശ്ശേരിക്കാരുടെ അരിദോശ, അതായത് പച്ചരി കുതിർത്തിട്ട് രാവിലെ അരച്ച് നമ്മൾ ചുടുന്നതാണ് അരിദോശ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ സവാള ഇവിടെ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതാണ്. പിന്നെ ഒരു പച്ചമുളകേ ഞാൻ ഇടുന്നുള്ളൂ. എരിവ് എനിക്ക് അധികം ആവശ്യമില്ല. അപ്പോൾ രാവിലെ അധികം എരിവ് നമ്മളുടെ ബോഡിക്കും നല്ലതല്ല. അപ്പോൾ ഞാനിവിടെ അതും കൂടി ഒരു പച്ചമണം മാറുന്ന രീതിയിൽ നമുക്ക് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില കുറച്ചധികം ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു അര കഷ്ണം തക്കാളി ഇടുന്നുള്ളൂ. ഞാൻ അത്ര വലിയ ക്വാണ്ടിറ്റിയൊന്നും നമ്മുടെ എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്നില്ല, 2 പേർക്കുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അര കഷ്ണം തക്കാളി ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ഉടഞ്ഞു വരട്ടെ. ഉടഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് നമ്മളുടെ കുരുമുളക്. ഇതെല്ലാം കുറച്ച് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. അതിനുള്ള ആവശ്യം നിങ്ങൾ എത്രയാണോ ക്വാണ്ടിറ്റി ആക്കുന്നത് അതിനനുസരിച്ച് പൊടിയുടെ അളവൊക്കെ നമുക്ക് കൂട്ടിക്കൊടുക്കാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് പച്ചമണം മാറട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മുട്ട ബോയിൽ ചെയ്ത് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ എഗ്ഗ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ മസാലയൊക്കെ എഗ്ഗിലേക്ക് ഒന്ന് ജസ്റ്റ് മൂടി വെക്കണം. എന്നാൽ എഗ്ഗിൻ്റെ മണം കൂടി അതിലേക്ക്, ഫ്ലേവർ കൂടി നമുക്ക് ഇറങ്ങി കിട്ടണമല്ലോ. അപ്പോൾ ഞാനിതാ നല്ല സ്റ്റൈലായിട്ട് നമ്മളുടെ എഗ്ഗ് എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അത് ഡെക്കറേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മൂടി പുതച്ച് കൊടുക്കാം. ഞാനതെല്ലാം ഒന്ന് ഗ്രേവിയൊക്കെ നമ്മളുടെ എഗ്ഗിൽ ഒഴിക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ജസ്റ്റ് ആ ഫ്ലേവർ ഒന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടി മാത്രം ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റോ അത്രേ ആവശ്യമുള്ളൂ. ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായ എഗ് റോസ്റ്റ് റെഡിയായി. എന്തായാലും അരിദോശക്ക് സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. രാവിലെ അത്ര വലിയ പണിയൊന്നുമില്ല, അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.